അത് ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പഴയ ഒരു ഫോർമാറ്റ് അല്ല, എല്ലാം പിക്ചറിലും സൗണ്ടിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. നന്നായിട്ടുണ്ട്. റെയർ എക്സ്പീരിയൻസ്. നല്ല അടിപൊളി കിട്ടും എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ല അതുകൊണ്ട് അത് അടിപൊളിയായിട്ട് വെറുതെ ആയില്ല, വന്നത് വെറുതെ ആയില്ല. നല്ല പോലെ 4K മാസ്റ്റർ അങ്ങനെ സൂപ്പറായിരുന്നു. പിന്നെ സീൻസ് കുറച്ച് കട്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല മൂവി അടിപൊളിയാണ്, സൂപ്പറാണ്. സൂപ്പർ അടിപൊളി. ഇല്ല ടി വിയിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പടം. CB മലയൻ സാറ് പറഞ്ഞ പോലെ ഈ പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഇതാണ്. മ്യൂസിക് കൊണ്ടൊക്കെ ഗൂസ് ബംപ് ഉണ്ടാകാന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. അത് പക്കായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താണ്. ടോപ്പ് നോച്ച് സൗണ്ട് ക്ലാരിറ്റിയും വിഷ്വൽ ക്ലാരിറ്റിയാണ്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റായിട്ട് എല്ലാവരും വന്ന് കാണണം. അടിപൊളിയാണ്, സൂപ്പർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ കൊള്ളാം നല്ല പടം അടിപൊളിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സിനിമ നമുക്ക് 4K കാണാൻ പറ്റുന്നത്. നല്ല എന്തരം മഹാനൂല് പാട്ടൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ഫീലാണ്. എന്താ പറയുക, നമുക്കൊരു പക്കാ ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റിയൊരു, നിങ്ങൾക്ക് എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ അറിയാം. വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ ഒന്നും കൂടി ഇറങ്ങുമ്പോൾ അതും 4Kയിൽ ആ ഒരു കിട്ടുന്ന ഫീൽ അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ എല്ലാവരും കാണുക. പഴയ സിനിമ വെച്ച് കാണാണ്ടിരിക്കരുത്, കണ്ട എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. പടം നമ്മൾ കണ്ട പടമാണല്ലോ. അത് ഇപ്പം കുറച്ച് ആവശ്യമില്ലാത്ത ഷോട്ട്സൊക്കെ ട്രിം ചെയ്തിട്ട് ഒന്നുകൂടെ ട്രിമ്മായിട്ടൊരു ഡ്യൂറേഷനൊക്കെ കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ഒരു പിക്ചറും കാര്യങ്ങളും പിന്നെ അതിൻ്റെ സൗണ്ട് സ്കേപ്പും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. മൊത്തം അറ്റ്മോസും 4Kയും കൂടെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഒന്നുകൂടെ മുമ്പ് കുറേ പ്രാവശ്യം കണ്ടിട്ട് പിന്നെ അല്ല അതൊന്നുകൂടെ ട്രിം ചെയ്ത് വന്നപ്പം മൊത്തം ഫുൾ മ്യൂസിക്കലായിട്ടുള്ള മീൻസ് ആദ്യത്തെ ഇനീഷ്യൽ ഫൈറ്റ് സീക്വൻസ് അതൊക്കെ ട്രിം ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഫീൽ കിട്ടുന്നത്. മ്യൂസിക്കൊക്കെ ഒരുപാട് ടച്ചാവും. എല്ലാവരും സൂപ്പറായി പോകും. അടിപൊളിയാണ്. സൗണ്ട് എഫക്റ്റും എല്ലാം നൈസാണ്. നല്ലായിരുന്നു ഭയങ്കരമായിരുന്നു. 4K ആയതുകൊണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. പിന്നെ ഇത്രയും നാൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ റിലീസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ആണ്, പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം. എത്രയും നാൾക്ക് ശേഷം ഇറങ്ങണമല്ലേ. താങ്ക് യു. നല്ല ഫീല്. ഞാൻ പണ്ട് വർഷങ്ങൾ മുമ്പ് കണ്ടാണ്. പക്ഷെ അത് അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ്. കുറച്ചുകൂടി തിയേറ്റർ എഫക്ട്സ് നല്ലതായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എടുത്തതാണ് നല്ല രസമായിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഫീലുണ്ട്. പണ്ടത്തെക്കാളും നല്ല ഫീലുണ്ട്. നല്ല ശബ്ദം, ക്ലാരിറ്റി എല്ലാം കൊണ്ടും നല്ലൊരു സംഭവം തന്നെയായിരുന്നു. നല്ലൊരു വിഷ്വൽസ്, നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും നല്ലൊരു അനുഭവം തോന്നി നമുക്ക്. ആ 4K ഫോർമാറ്റിൽ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റി. അതെ, ഒരു 40 മിനിറ്റോളം അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത് സിനിമ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടല്ലോ. ആ കട്ട് ചെയ്തതിൽ നമുക്ക് അതിനകത്ത് ബോറടിയൊന്നും വരുന്നില്ല. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഭയങ്കര നല്ലതായിരുന്നു. അന്ന് നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായി. പിന്നെ നമ്മൾ കുറച്ച് ഒരു പ്രായമായി കഴിഞ്ഞ് ആ ഒരു കുറച്ച് അതിൻ്റെ സ്റ്റിൽസൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് പണ്ടത്തെ ലാലേട്ടൻ്റെ അഭിനയം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാണാനൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ വന്നു. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറച്ച് വൈകിയാണ് കയറിയത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ടൊക്കെ മിസ് ചെയ്തു കുറേ. പിന്നെ എന്തായാലും ഒന്നും കൂടി കാണാൻ വരും. അപ്പോൾ ഞാൻ ആ എന്തരമാനും പാട്ടൊക്കെ മിസ്സായെന്ന് വെച്ചാൽ അവസാനം കാണിച്ചത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പറയുമ്പോൾ തന്നെ രോമൊക്കെ എനിക്കാണ്. ഒരു പാട്ടും അതിൽ അഭിനയവും ലാലേട്ടൻ്റെ കണ്ണിൽ. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രായമായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എക്സ്പ്രഷൻ കാര്യങ്ങളും കുറവാണ്. അപ്പോൾ പണ്ടത്തെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒരു വല്ലാത്തൊരു ഫീലാണ്. പഴയ സിനിമ ആരും കാണാണ്ടിരിക്കരുത്, എല്ലാവരും വന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കുറേ സീൻസൊക്കെ ട്രിം ചെയ്തതാണ്. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കുള്ള സിനിമയിൽ നിന്ന് പല സീൻസ് ട്രിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ഒരു തിയേറ്ററിക്കൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ നല്ലതാണ്. പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സീൻസും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പണ്ടത്തെ സിനിമയാണ്, അറിയാമല്ലോ. 4Kയിലേക്ക് വരുമ്പോൾ ആ ഒരു പാട്ട് കാര്യങ്ങൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ്. പഴയ സിനിമ ആരും കാണാണ്ടിരിക്കരുത്, എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. വന്നിട്ട് പഴയ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ഇല്ല, ഒന്നും മിസ്സായിട്ടില്ല. അവരെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ക പണ്ടത്തെ സ്റ്റൈല്, ഡാൻസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്.
അത് ഞാൻ വിചാരിച്ച കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലെന്നാണ്. കാരണം പഴയ സ്റ്റൈൽ ഡാൻസും അഭിനയമൊക്കെയാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ആൾക്കാർ അഭിനയിച്ചേക്കണതിൻ്റെ കഴിവും കാര്യങ്ങളാണ്. മോഹൻലാലിൽ നിന്ന് മാത്രമല്ല, അതിലുള്ള എല്ലാ ആക്ടേഴ്സും അഭിനയിച്ചേക്കണ കഴിവാണ്, എടുത്ത രീതി എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കാര്യം പഴയ സിനിമയാണ്, എന്നാൽ കൂടി ആ സിനിമയുടെ ഫീലും അതിലെ മറ്റെന്തരമാനമല്ല പാട്ടിൻ്റെ ഫീലൊക്കെ ഡിഫറെൻ്റാണ്. അഭിനയം ആയിക്കോട്ടെ, അതിൽ മറ്റേ ലവിനെ പറ്റി പറയുന്നതായിക്കോട്ടെ, എല്ലാം ഒരു സെപ്പറേറ്റ് ഫീലാണ്. അപ്പോൾ അതെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴയ സിനിമയെന്ന് വിചാരിച്ച് ആരും കാണാണ്ടിരിക്കരുത്. എല്ലാവരും വരിക, കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് 4K എൻജോയ് ചെയ്യുക. താങ്ക് യു.